സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ബി.ജെ.പി. നേതാവ് തട്ടിപ്പ് നടത്തിയതായി പരാതി. കോഴിക്കോട് പാതിരപ്പറ്റയിലെ ബി.ജെ.പി. പ്രവർത്തകൻ അശ്വന്തിനാണ് പണം നഷ്ടമായത്. ബി.ജെ.പി. മേഖലാ സെക്രട്ടറി എം.പി. രാജനെതിരെ പണം നഷ്ടപ്പെട്ട കുടുംബം പോലീസിൽ പരാതി നൽകി. അശ്വന്തിന്റെ മൊഴി ഇന്ന് കുറ്റ്യാടി പോലീസ് രേഖപ്പെടുത്തി. സാജു ഉണ്ട്. 1,40,000 രൂപ തട്ടിയെടുത്തെന്നാണ് പാതിരപ്പറ്റ സ്വദേശിയായ അശ്വന്തിന്റെയും കുടുംബത്തിന്റെയും പരാതി. ബി.ജെ.പി. മേഖലാ സെക്രട്ടറി കൂടിയായ എം.പി. രാജൻ 2 ഘട്ടമായാണ് പണം കൈപ്പറ്റിയതെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ബി.ജെ.പി. നേതാക്കൾ തന്നെ ഇടപെട്ട് നഷ്ടപരിഹാരമടക്കം 2 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനവും നൽകി. ഇതും ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് അശ്വന്തും കുടുംബവും പരാതിയുമായി രംഗത്തെത്തിയത്. പിന്നീട് മാർച്ച് 31-ാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ തിരിച്ച് നഷ്ടപരിഹാരം അടക്കം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തരാമെന്ന് പറഞ്ഞ ദിവസം അവർ പറഞ്ഞു എനിക്ക് ആർമിയിൽ ജോലി കിട്ടി, ഇനി പൈസ തരാം, തിരിച്ചു തരാം. ബി.ജെ.പി. നേതൃത്വത്തിനും ഇവർ പരാതി നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കെ.ആർ. സാജു, മീഡിയ 1 കോഴിക്കോട്. വിശദാംശങ്ങൾ നൽകാൻ സാജുണ്ട്. സാജു, അശ്വന്ത് ആ ബൈറ്റിൽ പറയുന്നത് തനിക്ക് ജോലി കിട്ടി, അതുകൊണ്ട് പൈസ തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പണം വാങ്ങിയ ബി.ജെ.പി. നേതാവ് പറഞ്ഞു എന്നാണ്. അശ്വന്തിന് ജോലി ലഭിച്ചിട്ടുണ്ടോ? ഇത് ഒരൊറ്റപ്പെട്ട തട്ടിപ്പാണോ? കൂടുതൽ ആളുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പരാതി മാത്രമാണ്. ഈ സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് ആദ്യമായി അശ്വന്തിന്റെ കുടുംബത്തെ സൈന്യത്തിൽ മകന് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. നേതാവായ എം.പി. രാജൻ അടക്കമുള്ളവർ സമീപിക്കുന്നത്. തുടർന്ന് അപ്പോൾ തന്നെ ഏതാണ്ട് 1 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതായാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ വർഷം ആദ്യം 2017 ജനുവരി ആദ്യം 40,000 രൂപ കൂടി ഇതേ ആവശ്യം പറഞ്ഞ് വാങ്ങിയിരുന്നു. തുടർന്ന് അശ്വന്തിനെ ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ എത്തിക്കുകയായിരുന്നു. സൈന്യത്തിൽ കുക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോയി ആ സ്ഥാപനത്തിൽ എത്തിച്ചത്. എന്നാൽ അതൊരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സ്ഥാപനം മാത്രമായിരുന്നു. തുടർന്നായിരുന്നു പരാതിയുമായി അശ്വന്തിന്റെ കുടുംബം രംഗത്തെത്തിയത്. തുടർന്ന് ബി.ജെ.പി. നേതാക്കളുടെ തന്നെ സാന്നിധ്യത്തിൽ സംഘപരിവാർ നേതാവായ രാധാകൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും എം.പി. രാജൻ നഷ്ടപരിഹാരം അടക്കം 1,40,000 രൂപയ്ക്ക് പകരം 2 ലക്ഷം രൂപ നൽകാം എന്ന് പറയുകയും ഇവരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടയുകയുമായിരുന്നു ആ ഘട്ടത്തിൽ നടന്നത്. എന്നാൽ പിന്നീട് പണം മാർച്ച് 31-ന് നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു. ഈ പണവും ലഭിക്കാത്തതിനെ തുടർന്ന് അശ്വന്തിന്റെ കുടുംബം സമീപിച്ചപ്പോൾ അശ്വന്തിന് സൈന്യത്തിൽ യഥാർത്ഥത്തിൽ ജോലി ലഭിച്ചിരിക്കുന്നുവെന്നും അതിനാൽ ഇനി പൈസ നൽകാനാവില്ല എന്നും വ്യാജമായി തന്നെ പറയുകയും പരാതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ബി.ജെ.പി. പ്രാദേശിക നേതാവ് അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അശ്വന്തിന്റെ പരാതി. അശ്വന്തിന്റെ മൊഴി ഇപ്പോൾ രാവിലെ കുറ്റ്യാടി സി.ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. അശ്വന്ത് ഇപ്പോഴുള്ളത് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ്. മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ മൊഴി പരിശോധിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് അശ്വന്ത് പറയുന്നത് തനിക്ക് പുറമെ മറ്റു പലരിൽ നിന്നും ഇവർ ഇത്തരത്തിൽ സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരാരും ഭയം മൂലം പരാതിയുമായി രംഗത്തെത്താതിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് അശ്വന്ത് പറയുന്നത്. ഏതാണ്ട് വലിയ വിപുലമായ തട്ടിപ്പ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അശ്വന്തിന്റെ പരാതി വിശദമായി പരിശോധിക്കുമ്പോൾ അശ്വന്തിനെ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിക്കുന്നു. അവിടെ മറ്റൊരാളുടെ ബി.ജെ.പിയുമായി തന്നെ ബന്ധമുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കുന്നു. അവിടെ വെച്ചായിരുന്നു രണ്ടാമത്തെ ഗഡുവായ 40,000 രൂപ കൈപ്പറ്റിയത്. തുടർന്ന് തമിഴ്നാട് സ്വദേശികളായ 2 പേരെ പരിചയപ്പെടുത്തുന്നു. ഇവർ സൈന്യത്തിൽ ജോലിക്കായി എത്തിച്ചു തരും എന്ന് പറയുന്നു. അവർ എന്നിട്ട് മറ്റൊരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നു. തുടങ്ങിയ ആ പരാതി വളരെ വിശദമായി തന്നെ ഈ തട്ടിപ്പിന്റെ പ്രോസസ് അശ്വന്ത് പരാതിയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പകർപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യവുമാണ്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സൈന്യത്തിൽ ജോലി വാങ്ങിത്തരാം എന്ന രീതിയിൽ നടക്കുന്ന ഒരു തട്ടിപ്പുകളുടെ ഉള്ളറകളിലേക്ക് കൂടി എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അഷ്റഫ്. ശരി സാജു, കുറ്റ്യാടിയിലെ ബി.ജെ.പി. നേതാവ് പാർട്ടി പ്രവർത്തകനിൽ നിന്ന് സൈന്യത്തിൽ ജോലി വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന്റെ വിശദാംശങ്ങളാണ് കെ.ആർ. സാജു നൽകിയത്.